റഫീഖ് കേട്ടല്ലോ അദ്ദേഹത്തിന്റെ ലോജിക്ക്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിശദീകരണം കേട്ടല്ലോ. എന്താണ് മറുപടി പറയാനുള്ളത്? അതെ, അല്ല ഇവിടെ ഞാനതാണ് നേരത്തെ ചോദിച്ചൊരു ചോദ്യം. ഇവരെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയേണ്ട ഒരു കാര്യം, ഈ NM വിജയൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒപ്പാണോ അതിൽ കാണുന്നത്? അദ്ദേഹത്തിന് ഒപ്പല്ല എന്നത് ഇവർ നിഷേധിക്കുന്നുണ്ടോ? ഇവർ കൊടുത്ത കത്തിൽ, KPCC കൊടുത്ത കത്തിൽ, ഇനി അദ്ദേഹം കൊടുത്ത കത്തിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും തെറ്റാണ് എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ NM വിജയനാണ് പൂർണ്ണമായി പണം കൈപ്പറ്റിയത് എന്ന് ഇവർ പറയുന്നുണ്ടോ? വിജയേട്ടന്റെ തലയിൽ ഇട്ടുകൊണ്ട് ഊരാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ ഒരു വിഷയം, ഇവിടെ സണ്ണി ഡോക്ടറുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം അതിലേക്ക് ചുരുക്കിയതിനെ വിഷയത്തെ വേറെ തരത്തിൽ തിരിച്ചുവിടേണ്ട കാര്യമില്ല. പ്രതിനിധിയായിട്ടാണ് അവിടെ പ്രസിഡന്റായി വന്നത്. അല്ല തീർച്ചയായിട്ടും. അതുകൊണ്ട് ആ കാര്യത്തിൽ കടക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത്, അവിടെ വലിയ രൂപത്തിലുള്ള നിയമന ക്രമക്കേട് നടത്താൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. അതാണ് അതിൽ കാണേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ വിഷയം, ഇവിടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട്, അതൊന്നും ഓരോ ഇതിനെ ഞാൻ പറയും, സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയെ സംബന്ധിച്ചൊക്കെ ഇവിടെ പറഞ്ഞു. ഈ കോൺഗ്രസിന്റെ പ്രതിനിധിയാണല്ലോ CPM-ന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്, ഞങ്ങളൊന്നും അല്ലല്ലോ പങ്കെടുത്തത്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. ഇവിടെ വിഷയം എന്താണ്, പത്രത്തിൽ വായിച്ചു പറയട്ടെ, ഇത്രയും വലിയ പ്രധാനപ്പെട്ട, ഇത്രയും മാതൃഭൂമി പത്രമാണല്ലോ സമ്മേളനത്തിന്റെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അതൊക്കെ നിങ്ങൾ പറയുന്നത് ഇവിടെ ഞാൻ ചോദിക്കട്ടെ, DCCയുടെ ട്രഷററായിട്ടുള്ള കോൺഗ്രസ് ഞാൻ പറയട്ടെ, കോൺഗ്രസിന്റെ പ്രതിനിധി പറയുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ. ഇവിടെ DCCയുടെ ട്രഷറർ മരിച്ചിട്ട് എന്തുകൊണ്ടാണ് ഒരു അനുശോചന കുറിപ്പ് പോലും ഈ പറയുന്ന ഇവിടത്തെ MP കൂടിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്ത് പോലും ഒരു അനുശോചന കുറിപ്പില്ലാത്ത എന്താണ്? ഇവിടെ KPCCയുടെ നേതൃത്വം ഇത്രയും വിഷയം വന്നിട്ടും പ്രതികരിക്കാത്തത് എന്താണ്? IC ബാലകൃഷ്ണന്റെ ആദ്യത്തെ പ്രസ്താവന തന്നെ അദ്ദേഹത്തിന് ഇതിൽ ഭയമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞതെന്താ? എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യം വ്യാജമായ രേഖയാണ് എന്നെക്കുറിച്ച് പറഞ്ഞത് എന്ന് മുൻകൂട്ടി അദ്ദേഹം പറയുകയാണ്. പകരം അന്വേഷണം നേരിടട്ടെ, അന്വേഷണം നടക്കട്ടെ എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞത് വ്യാജമായ രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഈ അഗ്രിമെന്റുമായി ബന്ധപ്പെട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുകയാണ്. വ്യാജമായി രേഖ ചമച്ചതാണെന്ന് അദ്ദേഹം പറയുകയാണ്. കോൺഗ്രസിന്റെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധി അങ്ങനെ പറയുന്നുണ്ടോ? NM വിജയൻ എന്ന് പറയുന്ന അദ്ദേഹം വ്യാജരേഖ ചമച്ചതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ. മറ്റൊരു കാര്യം, IC ബാലകൃഷ്ണൻ ആദ്യ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വേളയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ആദ്യം മത്സരിക്കുന്ന വേളയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം കൊടുത്തിട്ടുള്ള സമ്പത്തും ഇപ്പോഴുള്ള സമ്പത്തും തമ്മിൽ പരിശോധന നടത്തട്ടെ. അദ്ദേഹത്തിന്റെ പണമിടപാടുകളും അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ സ്ഥിതിയും ഇപ്പോഴത്തെ കുറിച്ച് പരിശോധനയുടെ ഭാഗമായി നടത്താൻ തയ്യാറുണ്ടോ? അദ്ദേഹം വ്യക്തമാക്കാൻ തയ്യാറുണ്ടോ? അങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ എത്രമാത്രം സാമ്പത്തികമായി അദ്ദേഹം സമ്പാദിച്ചു എന്ന തെളിവ് ഈ സമൂഹത്തിന് മുമ്പിൽ വരും. ഇങ്ങനെ ഒരുപാട് വിഷയം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വയനാട് ജില്ലയിലെ കോൺഗ്രസിന്റെ ഒരു സ്ഥിതി എന്താണെന്ന് വിചാരിച്ചാൽ, ഇടത്തരം നേതാക്കന്മാരെയും താഴേക്കിടയിലുള്ള പ്രവർത്തകരെയും ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ സമ്പത്തും അധികാരവും കുന്നുകൂട്ടുന്ന നിലയാണുള്ളത്. നമുക്ക് ഓർമ്മയില്ലേ, PV ജോൺ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ്, അദ്ദേഹം കോൺഗ്രസ് ഓഫീസിൽ കെട്ടിത്തൂങ്ങി മരിച്ചു. എന്നിട്ട് അദ്ദേഹം എഴുതി വെച്ചു, അതിൽ ഇത് അന്നത്തെ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ എനിക്കുണ്ടാക്കിയിട്ടുള്ള പീഡനത്തിന്റെ ഭാഗമായിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് അദ്ദേഹം എഴുതി വെച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, രാജേന്ദ്രൻ നായർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകൻ KPCC ജനറൽ സെക്രട്ടറി തട്ടിപ്പ് നടത്തിയതിൽ മനംതൊന്നുകൊണ്ടാണ് ആത്മഹത്യ ചെയ്ത് അദ്ദേഹത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയതിന്റെ പേരിലാണ് മരിച്ചിട്ടുള്ളത്. ഇവിടെ നേരത്തെ പറഞ്ഞ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നു കോൺഗ്രസിന്റെ നേതാക്കന്മാർ. ഈ പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം വന്നപ്പോഴും അവിടെയും ഇതുപോലെയാണ്, പലതരത്തിലുള്ള വാദങ്ങളാണ് ഇവർ മുന്നോട്ട് വെച്ചത്. പക്ഷേ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ് ഇപ്പോഴും. ഈ വിഷയത്തിലും ഇങ്ങനെയുള്ള ചില വാദങ്ങൾ വെക്കുമ്പോഴും രണ്ടുപേർ മരിച്ചിരിക്കുന്നു. DCCയുടെ ട്രഷറർ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഒരാൾ ഉൾപ്പെടെ മരണത്തിനിരയാകേണ്ടി വന്നിരിക്കുന്നു. വിജയേട്ടന്റെ ജീവൻ പൊലിയുന്നതിന് കാരണക്കാരാണ്? ആ കാരണക്കാർ തീർച്ചയായും കോൺഗ്രസിന്റെ ഇവിടെയുള്ള നേതൃത്വമാണ്. KPCC നേതൃത്വത്തിനും അതിൽ ഉത്തരവാദിത്വമുണ്ട്. അതിൽ നിന്ന് തലയൂരി പോകാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കില്ല. എന്തുകൊണ്ടാണ് KPCC നേതൃത്വം ഇതുവരെ പ്രതികരിക്കാത്തത്? അവർക്ക് വന്ന കത്ത്, ഞങ്ങൾക്ക് കത്ത് വന്നിട്ടില്ല, ഇത്ര വിവാദം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല എന്നെന്താ പ്രതികരിക്കാത്തത്? അവർക്ക് പ്രതികരിക്കാൻ കഴിയാത്തത് എങ്ങനെ ഒരു കത്ത് പോയിട്ടുണ്ട്? പിന്നെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തിനാണ് പിന്നെ അന്വേഷണം നടത്തിയത്? ഇവിടെ അന്വേഷണം നടത്തി അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിയുമായി അന്വേഷണം നടത്തുന്ന സാഹചര്യം ഉണ്ടായി എന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി തന്നെ സമ്മതിക്കുകയാണ്. അതിന്റെ അർത്ഥം
അഴിമതി നടന്നു എന്നാണ്. ആര് നടത്തി, ആര് പൈസ വാങ്ങി, NM വിജയൻ വാങ്ങിയോ അതോ IC ബാലകൃഷ്ണൻ വാങ്ങിയോ എന്നത് മാത്രമാണ് ഇവർ പറയുന്നത്. എല്ലാം NM വിജയന്റെ തലയിൽ കെട്ടിവെച്ച് IC ബാലകൃഷ്ണനെയും അഴിമതിയുടെ നേതൃത്വമായി വഹിച്ചവരെയും അവരെയെല്ലാം സംരക്ഷിക്കുക എന്ന നിലപാട് ഇവിടെ സ്വീകരിക്കുമ്പോൾ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ പോലും അതിൽ പ്രതികരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം മരിച്ച ഒരാളുടെ തലയിൽ കെട്ടിവെച്ച് തങ്ങളുടെ തെറ്റുകളെല്ലാം ഒരാളുടെ തലയിൽ കെട്ടിവെച്ച് ആ നിലയിലേക്കുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ മനസാക്ഷിയുള്ള കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഇതിൽ പ്രതികരിക്കും. അതിന്റെ തെളിവാണ് ഐസക് താമരച്ചാലിൽ എന്ന് പറയുന്ന അദ്ദേഹം കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. കോൺഗ്രസിന്റെ ബൂത്ത് തലത്തിൽ നല്ല നിലയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോയ ഈ തെരഞ്ഞെടുപ്പിലും ബൂത്ത് ഓഫീസിൽ ഇരുന്ന ആളാണ് അദ്ദേഹം. ഇതിൽ പ്രതികരിക്കേണ്ടി വന്നത് ഇങ്ങനെയൊരു നിലപാട് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും സ്വീകരിക്കുന്ന വേളയിലാണ്. അതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാൻ